ഹായ്, വെൽക്കം ടു വട്ടമേശ സമ്മേളനം. മലയാളികളെല്ലാം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന എമ്പുരാൻ സിനിമയുടെ ട്രെയിലർ ഇന്നലെ റിലീസ് ചെയ്തിരിക്കുകയാണ്. എമ്പുരാൻ സിനിമയുടെ ട്രെയിലർ റിയാക്ഷൻ വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് എത്തിയിരിക്കുന്നത്. But answer this one question. Who are you really? Lucifer. ഈ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുന്ന സമയം വളരെ വിചിത്രമാണ്. ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് 12 മണിക്ക് കള്ളനെ പോലെ ഇറക്കിയ ട്രെയിലറാണ്. ലൈക്ക പ്രൊഡക്ഷൻ പിന്മാറിയതോടെ ശ്രീ ഗോകുലം മൂവീസ് ആണല്ലോ ഈ എമ്പുരാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ചെറിയ പാളിച്ചയാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും ആ ലീക്കിൻ്റെ കാരണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പക്ഷെ പൃഥ്വിരാജ് അതിനെ വളരെ തന്ത്രപരമായി നേരിട്ടു. ഇപ്പൊ ഈ എമ്പുരാൻ സിനിമയുടെ റിലീസിനോട് ഭാഗമായിട്ട് തന്നെ ഒരുപാട് വിവാദങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. തുടക്കം മുതലേ ഉണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം ഈ പ്രൊഡ്യൂസർ സമരത്തിന്റെ ഭാഗമായിട്ട് ഈ ആന്റണി പെരുമ്പാവൂരും പ്രൊഡ്യൂസർ അസോസിയേഷന്റെ പ്രധാനപ്പെട്ട നേതാക്കളും തമ്മിൽ ഒരു അസോസിയേഷൻ സുരേഷ് കുമാറായിട്ട് ഒരു അസോസിയേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഈ ലൈക്ക പ്രൊഡക്ഷൻ കമ്പനി എംബിനാരിൽ നിന്ന് പിന്മാറുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് കാരണങ്ങളും കൊണ്ട് ലൈക്ക ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത 2 പടങ്ങൾ അടിക്കടി തുടർ പരാജയങ്ങളായിരുന്നു. ഇന്ത്യൻ 2, രജനീകാന്തിന്റെ സിനിമ, അജിത്തിന്റെ വിടാമുയർച്ചി, ഇതിലെല്ലാം അവർക്ക് കോടികൾ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവരുടെ പ്രസ് റിലീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് എത്രത്തോളം ശരിയാണെന്ന് ഞങ്ങൾക്കും അറിയില്ല. പക്ഷെ എന്തായാലും ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന ട്രെയിലറിൽ ലൈക്ക പ്രൊഡക്ഷന്റെ ഭാഗമാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ശ്രീ ഗോകുലം മൂവീസിന്റെ പേര് കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. പക്ഷെ എന്തായാലും ഇത്തരത്തിലുള്ള ഒരുപാട് വിവാദങ്ങൾ, ഒരു ഹൈപ്പ് പടത്തിന് കുറച്ച് കൂടുതലുണ്ട് എന്നുള്ളതാണ്. അത് പറയുമ്പോൾ തന്നെ 3 പ്രൊഡ്യൂസർമാരാണ് സിനിമയ്ക്ക്. നമ്മുടെ ലൈക്ക പ്രൊഡക്ഷൻ, മോഹൻലാലിന്റെ ആശീർവാദ് സിനിമാസ്, ശ്രീ ഗോകുലം മൂവീസ്. മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റ് കൂടിയൊരു സിനിമയാണ് എമ്പുരാൻ എന്നാണ്. പാൻ ഇന്ത്യൻ മൂവിയാണ്. അതിനനുസരിച്ച് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം, വളരെ റിച്ച് ആയിട്ടുള്ള വിഷ്വൽസും സിനിമയുടെ സ്കെയിലിംഗും തന്നെ വളരെ വലുതായിട്ടുണ്ട്. 4 മിനിറ്റോളമുള്ള ട്രെയിലർ കാണുമ്പോൾ എന്താണ് രൂപേഷിന് തോന്നുന്നത്? ട്രെയിലർ കാണുമ്പോൾ എനിക്ക് പ്രധാനമായിട്ടും തോന്നിയത് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ ടൊവിനോ മോഹൻലാലിന്റെ അനിയനായിട്ടാണ് വന്നിരുന്നത്. മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് വന്നു. പക്ഷെ ഇതില് ടൊവിനോ ഒരു നെഗറ്റീവ് ടച്ചുള്ള ക്യാരക്ടറിലേക്ക് പോകുന്നു. ഡയലോഗ് ഡെലിവറി കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായി. തുടക്കത്തിൽ തന്നെ PK രാംദാസിന്റെ ഡയലോഗോടുകൂടിയാണ് തുടങ്ങുന്നത്. എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ, എന്നെ പിന്തുടരുന്നവരാരാണോ അവരാണ് എന്റെ മക്കൾ എന്ന ഡയലോഗോടുകൂടി ഇത് തുടങ്ങുന്നുണ്ട്. ഇത് ടൊവിനോനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ഡയലോഗാണോ? എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ടൊവിനോന്റെ ഒരു ഡയലോഗ് ഉണ്ട്, ആരാണ് ലൂസിഫർ എന്ന് മഞ്ജു വാര്യരോട് ചോദിക്കുന്ന ഒരു രംഗം കൂടെ ഉണ്ട്. അതേപോലെ മഞ്ജു വാര്യർ, പ്രിയദർശിനി രാംദാസ് എന്ന് പറഞ്ഞ മഞ്ജു വാര്യർ പറയുന്ന ഒരു ഡയലോഗുണ്ട്, മനുഷ്യ ജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയില്ല. ഇതും ടൊവിനോനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്, അവരുടെ സഹോദരനാണ്. അതേപോലെ മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ദൈവപുത്രൻ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ മറ്റാരെ ആശ്രയിക്കാം. ഇതും ടൊവിനോയ്ക്കുള്ള ഒരു ഹിന്റാണോ? മൊത്തത്തിലുള്ള രീതികളൊക്കെ കാണുമ്പോൾ ടൊവിനോ ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ ഒരു കാര്യമായിട്ടാണ്. ഈ നെഗറ്റീവ് പറയുമ്പോൾ ഒരു വില്ലന്റെ ഒരു 0.1 സെക്കൻഡിന്റെ ഒരു സീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ ആരെയൊക്കെ തോന്നുന്നു, എനിക്കത് ഫാസിലായിട്ട് തന്നെയാണ് തോന്നുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ആ ഒരു ചിത്രം വളരെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ആരാണെന്നുള്ള ചർച്ചകൾ വളരെ നടക്കുന്നുണ്ട്. ഫഹദ് ഫാസിലാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ എന്നുള്ള ചർച്ച നടക്കുന്നത്. എന്തായാലും അതൊരു മിസ്റ്റീരിയർ ക്യാരക്ടർ. ആ ക്യാരക്ടർ ഈ സിനിമയുടെ ഹൈപ്പ് വളരെയധികം കൂട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. വിരാജിന്റെ ഒരു എൻട്രി കൂടി നമ്മൾ കാണുന്നുണ്ട് അല്ലെ, പുതിയൊരു പാർട്ടി. അതെ, പുതിയൊരു വലതുപക്ഷ രാഷ്ട്രീയ കക്ഷിയുടെ ഒരു ഉദയം ഈ സിനിമയിൽ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ ലൂസിഫറിൽ 2 പാർട്ടികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് നമ്മുടെ ഈ മോഹൻലാലും മഞ്ജു വാര്യരും ടൊവിനോയൊക്കെ ഉൾപ്പെടുന്ന ഒരു പാർട്ടി, അതുപോലെ മേടയിൽ ആശാൻ എന്ന് പറയുന്ന വേറൊരു നേതാവിന്റെ ഒരു പാർട്ടി. ഇത് നമ്മുടെ പരമ്പരാഗത കേരള പൊളിറ്റിക്സിനൊക്കെ ഒരു സൂചിപ്പിക്കുന്ന 2 പാർട്ടികൾ. പക്ഷെ ഇപ്പൊ പുതിയൊരു പാർട്ടി ഒരു പാർട്ടി ശരിക്കും അതിൽ കാണുന്നുണ്ട്. അപ്പൊ ഈ കഥയുടെ ഗതിയിൽ ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാവുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലേക്ക് എത്തുമ്പോൾ ഇത് സയ്യിദ് മസൂദിന്റെ കഥയാണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ബാക്ക് ഡ്രോപ്പ് ആണെങ്കിലും ഇതിന്റെ കോർ ആണെങ്കിലും എല്ലാം നോർത്ത് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ലൂസിഫറിൽ മോഹൻലാലാണ് പ്രധാനമായിട്ട്. മോഹൻലാലിന്റെ ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ്, അദ്ദേഹത്തിന്റെ ഒരു വളർച്ച, അതൊക്കെയാണ് കാണിക്കുന്നത്.
പൃഥ്വിരാജിന് കുറച്ച് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ടായിരുന്നു. അവസാനം അദ്ദേഹം നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ടെങ്കിലും ക്ലൈമാക്സിനോടനുബന്ധിച്ചാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് തന്നെ. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സയ്യിദ് മഹ്സൂദിന്റെ ഒരു കഥയും അദ്ദേഹത്തിന്റെ ഒരു ജീവിത പരിസരങ്ങളും അദ്ദേഹം മോഹൻലാലും തമ്മിലുള്ള ബന്ധമൊക്കെ ഇതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കടന്നു വരുന്നുണ്ട്. എനിക്കതിൽ ചെറിയൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് സീൻ ആണെങ്കിൽ പൃഥ്വിരാജിന്റെ ഒരു നോട്ടത്തിൽ ചിലര് അത് പറയുന്നുണ്ട്, ആ നോട്ടത്തിൽ വശപ്പശകളുടെ ഒരു നോട്ടാണ് തോന്നുന്നുണ്ട്. ലൂസിഫറിൽ നമ്മൾ കണ്ടതാണ് ഈ ലഹരി മാഫിയ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയൊക്കെ പിടിമുറക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു തുടക്കം കാണിച്ചു തന്നൊരു സിനിമയാണ് ലൂസിഫർ. അന്നത് കാണുമ്പോൾ ശരിക്കും അതിന്റെ വ്യാപ്തിയും തീവ്രതയും നമ്മൾ അറിഞ്ഞിരുന്നില്ല. ഇന്നത്തെ ഒരു സ്ഥിതിവിശേഷം അനുസരിച്ച് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം അത് എത്ര അതിന്റെ വ്യാപ്തി വർദ്ധിച്ചിട്ടുണ്ടെന്ന്. നമുക്ക് ലൂസിഫറിൽ അറിയാം, ലാലേട്ടന്റെ ഒരു പഴയൊരു പ്രധാനപ്പെട്ട ഒരു ഡയലോഗ്, എന്നെ അറിയുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറഞ്ഞ ഡയലോഗ് ലൂസിഫറിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ച എമ്പുരാനിൽ വരുമ്പോഴും നമുക്ക് കാണാവുന്നതാണ്. അതിൽ കാണുന്നുണ്ട് ലഹരി പാക്ക് ചെയ്യുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. ലഹരി മാഫിയ ആയിരിക്കും ഇതിലൊരു പ്രധാനപ്പെട്ട വില്ലൻ ഭാഗത്ത് നിന്ന് വരുന്നത് എന്നാണ് തോന്നുന്നത് ഞങ്ങൾക്ക് ട്രെയിലർ കാണുമ്പോൾ. മലയാളികൾ എക്കാലത്തും കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ലാലേട്ടൻ മുണ്ട് മടക്കി കുത്തി വരിക എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് അതൊരു വികാരമാണ്. എല്ലാ പ്രേക്ഷകരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച തന്നെ. ആ സംഭവം നമ്മുടെ ഈ ട്രെയിലറിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഐക്കോണിക് സീനാണ് നമ്മുടെ ലൂസിഫറിലെ ലാലേട്ടൻ എതിരാളികളെ നോക്കിയിട്ട് കൈകൊണ്ട് മാടി വാട എന്ന് വിളിക്കുന്ന സീൻ. അത് വാട എന്ന് പറയുന്നില്ലെങ്കിൽ തന്നെ അത്രത്തോളം പവർഫുൾ ആയിട്ട് തന്നെ ഈ ട്രെയിലറിൽ കാണുമ്പോൾ തന്നെ നമ്മുടെ ഫാൻസിന് കിട്ടുന്ന ഒരു ആവേശം, ഒരു രോമാഞ്ചം, അത് പറയാൻ പറ്റാത്തൊരു ശരിക്കും പൂരപ്പറമ്പാവുന്നുള്ള കാര്യം 100% ഗ്യാരണ്ടി. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് ഈ മാസ് സീനുകൾ മാത്രമല്ല, വളരെ ക്ലാസ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. ലൂസിഫർ ഒരു പക്കാ മാസ് സിനിമ ആയിരുന്നില്ല, ക്ലാസിക് പടം തന്നെയായിരുന്നു. അതേപോലെ തന്നെ ആയിരിക്കും എമ്പുരാൻ, ലാർജ് സ്കെയിലുള്ള മാസുള്ള എന്നാൽ അതേസമയം തന്നെ ക്ലാസ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും എന്നാണ് കാണുമ്പോൾ എനിക്ക് തോന്നിയത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗെയിം ഓഫ് ത്രോണിലുള്ള ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ജെറോം ഫ്ലിൻ നമ്മുടെ എമ്പുരാനിലും വളരെ ശക്തമായ ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം കുറച്ച് സ്ഥലങ്ങൾ ട്രെയിലർ നമുക്ക് കാണാം, എക്സൈറ്റ്മെന്റ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതൊരു എന്താ പറയുക, ഇന്റർനാഷണൽ ലെവലിലേക്ക് പടത്തിന് ഉയർത്താൻ സഹായിച്ചിട്ടുണ്ടെന്നാണ്. ഇനി ആരൊക്കെ വരാനുണ്ടെന്നുള്ളത് അതും ഇനിയും കൂടുതൽ അദ്ദേഹത്തെ പോലുള്ള ഇന്റർനാഷണൽ താരങ്ങൾ വരുന്നുണ്ടോ, അതൊക്കെ ഒരു ഹൈപ്പ് ഉണർത്തുന്നുണ്ട്. ബോളിവുഡിൽ നിന്ന് 1-2 പേരുണ്ട്. അമേരിക്കാന്റെ ശരിയാണ്. മൊത്തത്തിലൊരു പാൻ ഇന്ത്യൻ പാൻ വേൾഡ് ലെവലിലേക്ക് എമ്പുരാൻ വളർന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അത്രയ്ക്കും ഹൈപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട് ഈ ട്രെയിലർ. 21-ാം തീയതി മുതൽ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുകയാണ്. 27-ാം തീയതി സിനിമ റിലീസ് ആവുകയാണ്. അപ്പോൾ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. പ്രേക്ഷകരായ നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും കട്ട വെയിറ്റിംഗ് ആണ്. പൃഥ്വിരാജ് എന്ന ഫാൻ ബോയ് ഡയറക്ടർ എന്തൊക്കെയാണ് സിനിമയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് ലൂസിഫറിൽ നമ്മൾ സ്റ്റീഫൻ നെടുമ്പള്ളിനെ കണ്ടു, ഇനി എമ്പുരാനിൽ നമുക്ക് എബ്രഹാം ഖുറേഷിനെ കാണാം, സയ്യിദ് മഹ്സൂദിനെ കാണാം. അപ്പോൾ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. ഇനി നമുക്ക് എമ്പുരാൻ ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ കൂടുതൽ റിവ്യൂ അപ്ഡേറ്റുമായിട്ട് ഞങ്ങൾ റിയാക്ഷനൊക്കെ ആയിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. ടിൽ ദാൻ ബൈ ഫ്രം വട്ടമേശ് സമ്മേളനം.